ഇന്നലത്തെ ഹിഡിംബ ദേവീക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ വേറെ അങ്ങോട്ടും പോയില്ല, തിരിച്ച് സോലങ് വാലിയിലേക്ക് തന്നെ വന്ന്. ബാക്കിയുള്ള സമയമൊക്കെ ഞങ്ങൾ സോലങ് വാലിയിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയ പട്ടണത്തിലേക്കാണ്, സിസു. അതായത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ലാവോൾ താഴ്വരയിലുള്ള ചന്ദ്ര നദിയുടെ ഒരു വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. അവിടേക്കാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3120 മീറ്റർ ഉയരത്തിലായി ഇവിടെ സോലങ് വാലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളും ശകലം തണുപ്പ് കൂടുതലുമായിരിക്കും കേട്ടോ ഇവിടെ. ഇത് മണാലിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ സിസു എന്ന് പറഞ്ഞ സ്ഥലം. അതായത് സിസു എന്ന് പറഞ്ഞ പട്ടണം. മണാലിയിൽ നിന്ന് സിസുവിലേക്ക് ബസ് സർവീസ് ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ, അതായത് ഈ മഞ്ഞ് വീഴ്ച കൂടുതലാകുന്ന സമയം, അല്ലെങ്കിൽ ബ്ലാക്ക് ഐസ്, ഇത് റോഡിൽ ഒരു ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവും. അതായത് വണ്ടി സ്കിഡാകുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ അധികം ബസ്സുകളും ഒന്നും മുകളിലേക്ക്, അതായത് ഈ ചെക്ക് പോസ്റ്റ് കടത്തി വിടൂല, അതായത് സിസുവിലേക്കൊന്നും കടത്തി വിടൂല. അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു ടണലാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 മീറ്റർ ഉയരത്തിൽ 9.02 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച ഈ ടണൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ടണലാണ് കേട്ടോ ഈ അട്ടൽ റോത്താങ് ടണൽ. ആർക്കാണെങ്കിലും ഒരു അഭിമാനം തോന്നൂലേ ഇത്തരം ഈ ഒരു അത്ഭുതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത്? എനിക്ക് തോന്നുന്ന പോലെ ഈ ടണൽ കഴിഞ്ഞ് കാണുന്ന കാഴ്ചകൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ സോലങ് വാലിയിൽ നിന്ന്. ഇവിടെ അധികം ആൾതാമസമൊന്നും ഇല്ല എന്നിട്ടോ തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, മൊത്തം മഞ്ഞ് വീണടക്കുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണുന്നത് മൊത്തത്തിൽ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ കൂടി ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് കേട്ടോ ഈ സിസു എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പട്ടണത്തിലേക്ക്. ഇപ്പം ഏതാണ്ട് ഈ ഞങ്ങൾ സോലങ് വാലിയിൽ നിന്ന് ഏതാണ്ട് 7-8 കിലോമീറ്റർ ഉള്ളൂ അട്ടൽ ടണലിലേക്ക്. അട്ടൽ ടണലിൽ നിന്ന് ഏകദേശം ബാക്കിയുള്ള ഈ കിലോമീറ്റർ, അതായത് മണാലിയിൽ നിന്ന് 40 കിലോമീറ്റർ ആണെങ്കിൽ ബാക്കി ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ഏകദേശം കാണണം ഈ സിസു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കുറച്ചുകൂടി ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇവിടുന്ന് ഈ സിസു വരേക്കും ഇങ്ങനത്തെ ഈ സൈഡിൽ കൂടെ, ഈ ഇടത്തെ സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ചന്ദ്ര നദി അതിൻ്റെ പേര്, ആ നദിയുടെ പേര്. ഈ ഇടത്തെ സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഏകദേശം അവിടെ എത്തുന്നവരെ ഇങ്ങനെ ഈ മഞ്ഞ് വീണെടുക്കുന്ന ഈ മലനിരകൾ, അങ്ങനത്തെ ഈ കാഴ്ചകളാണോ ഈ സിസു എത്തുന്നവരേക്കുള്ളത്. അത് ഈ ഡ്രൈവർ പറഞ്ഞതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഈ സോലങ് വാലിയായിട്ട്. കുറച്ച് തണുപ്പ് കൂടുതലാണ്. സിസു എത്തിയതിന് ശേഷം തന്നെ ഞങ്ങൾ ആദ്യം കയറിയത് ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. കാരണം വിശന്നിട്ട് വലഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല ഈ സോലങ് വാലിയിൽ നിന്ന്. നല്ല വിശപ്പുള്ള കാരണം രണ്ടുപേരും അലു പൊറോട്ടയും കഴിച്ചു, പിന്നെ റൈസും രാജ്മ കറിയും അതും കഴിച്ചു. സോലങ് വാലിയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണെങ്കിലും കാഴ്ചകൾ അതിനെ മറക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല അടിപൊളി കാഴ്ചയാണ്. ഞാനിപ്പം കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് മഞ്ഞ് വീഴ്ചയൊന്നുമില്ലല്ലോ. അപ്പം ഈ മഞ്ഞ് വീണ് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് ശരീരത്തിന് ഈ തണുപ്പ് ശരീരത്തിന് കുറച്ച് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പക്ഷേ കാഴ്ചകൾ അത് മറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ അധികം സന്ദർശകരൊന്നും അധികം കുറവാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, കുറച്ച് ഒരു 4 പേർക്കാരും മഞ്ഞിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ആസ്വദിക്കുന്നുണ്ട്, അതായത് വീണ് കിടക്കുന്ന മഞ്ഞ് ആസ്വദിക്കുന്നുണ്ട്. അതല്ലാണ്ട് അധിക പേരൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ താഴോട്ട് പോകുന്ന സമയത്താണ് ഇവിടെ ഒരു JCB, അതായത് നമ്മൾ JCB എന്നല്ല പറയല്ലേ, ഒരു എക്സ്കവേറ്റർ ഏതോ റോഡിൻ്റെ മുകളിൽ നിന്ന് ഈ മഞ്ഞ് കോരിയിട്ട് ഒഴിവാക്കിയിട്ട് വരികയാണെന്നാണ് തോന്നുന്നത്. താഴോട്ട് പോയ സമയത്ത് ഒരുപാട് പണിക്കാർ, അതായത് അവരിപ്പം അവിടെ കോൺക്രീറ്റ് ചെയ്യുക സൈഡിൽ, അവർ ഒരു സൈഡിൽ തീ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് തൊഴിലാളികളുടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ ശരീരത്തൊന്ന് ചൂടാക്കിയിട്ട് പോവും. അങ്ങനെ വേറെ കുറച്ച് ആൾക്കാർ വരും. ഞങ്ങൾ പോകുന്നത് ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് നോക്കിയ സമയത്ത് ആദ്യം ഹോട്ടൽ നോക്കിയത് 4500 രൂപ. ഞങ്ങളിപ്പോൾ വേറെ താഴോട്ട്, അതായത് ഇവിടുന്ന് കുറച്ച് 500 ഒരു 500 മീറ്റർ മാറിയിട്ട്, ഞങ്ങളിപ്പോൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് 500 മീറ്റർ മാറിയിട്ട് 1800 രൂപയ്ക്ക്, ഓൺലൈനിൽ 1800 കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു റൂം എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇയാളെ കണ്ടങ്ങൾ മഞ്ഞ് കിടക്കുന്ന ഇവിടെ തെർമൽ, അതിൻ്റെ മുകളിൽ ബനിയൻ, അതിൻ്റെ മുകളിൽ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോട്ടൽ. അതായത് 1800 രൂപയാണ് ഓൺലൈനിൽ കാണിക്കുന്നത്. പക്ഷേ കണ്ടിട്ട് നല്ലൊരു ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. റൂമൊക്കെ കണ്ടിട്ടോ നല്ല അടിപൊളി റൂം, ഒന്നും പറയാനില്ല. പക്ഷേ 1800 രൂപ റൂമിന് പറഞ്ഞു. ഹീറ്ററിന് 500, അതായത് 500 രൂപ അധികം അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2200 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഹീറ്റർ അടക്കം കിട്ടി. നല്ല അടിപൊളി റൂം ഹീറ്ററുണ്ട്, ചൂടുള്ള വെള്ളമുണ്ട്. പക്ഷേ ചൂടുള്ള വെള്ളം കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത്രയും -13, 14, 16, 23 ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്.
എൻ്റെ കൂടെ നടക്കുന്ന ഇവനായിരിക്കട്ടെ എപ്പോഴും മുന്നിൽ. അതായത് ഇവൻ ഭയങ്കര സ്പീഡിൽ നടക്കുക. ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നടക്കുക, എന്തൊക്കെയോ തലയിൽ ചിന്തിച്ചിട്ട്. ഞാനൊരു ഇൻട്രോവേർട്ടാണ് അങ്ങനെ പറയാം. അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ തലയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാണും, പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. ഈ തണുപ്പ് ശകലം നമ്മുടെ ഈ ശരീരത്തിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും, അതായത് ഈ നമ്മുടെ കൈയൊക്കെ ഈ കുറച്ച് വീങ്ങിയ പോലെ ഉണ്ടാവും. കൈവിരലൊക്കെ കുറച്ച് വണ്ണം വെച്ച മാതിരി, ഭയങ്കര തിക്കായ മാതിരി ഉണ്ടാവും വിരലൊക്കെ. കുറച്ച് നഖത്തിൻ്റെ അവിടുന്ന് കുറച്ച് വേദന വരും. ഇത്രയും തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത്. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിന്നല്ല വരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതായത് അത്രയും അകലുള്ള കാഴ്ചകളാണ്. കാരണം അതായത് ലേ ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള. കഴിഞ്ഞ രാത്രി കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ ഉറങ്ങാനൊക്കെ. പക്ഷേ കാരണം എന്താ വെച്ചാൽ രാത്രി ഏകദേശം -13 വരെ പോയി തണുപ്പ്. ഹീറ്റർ ഇല്ലാതെ നടക്കില്ല കേട്ടോ അവിടെ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾ കാണുന്നത് ഇതൊരു അമ്പലമാണ് കേട്ടോ. എന്തിൻ്റെ അമ്പലമാണെന്നറിയില്ല, പക്ഷേ ഒരു അമ്പലമാണിത്. മുകളിൽ കണ്ടോ, എൻ്റെ കൂട്ടത്തിലുള്ള ആൾ താഴോട്ട് കണ്ട് പോയിട്ടുണ്ട്. ഈ സിസു പട്ടണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ വിരലിലുണ്ടാവുന്ന, അങ്ങനെ പറയല്ല, ഒരു വിരലിലുണ്ടാവുന്ന കെട്ടിടങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോസ്പിറ്റലുണ്ടോയെന്ന് അറിയില്ല, ക്ലിനിക്കാണ്. ചിലപ്പം ക്ലിനിക്കായിരിക്കാം, ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം. എന്തായാലും അധികമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ വിരലിലുണ്ടാകുന്ന അത്തരം കെട്ടിടങ്ങളൊക്കെ ഈ സിസു എന്ന് പറഞ്ഞ പട്ടണത്തിലുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്ത പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ യാത്ര ചെയ്യണം. പക്ഷേ ഇത്തരം ചെറിയ പട്ടണമാണെങ്കിലും എനിക്ക് സോലങ്വാലയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിസു ആണ് കേട്ടോ. ഈ തണുപ്പിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ സിസു എന്ന് പറഞ്ഞ ഈ ചെറിയ പട്ടണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നിശബ്ദത, അധിക ശബ്ദങ്ങളൊന്നുമില്ല. എനിക്കൊരു നിശബ്ദതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സിസു പട്ടണം എന്ന് പറയുന്നത്. ചിലപ്പം ഈ മഞ്ഞിൻ്റെ, അതായത് ഓഫ് സീസൺ ആയതുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരാഞ്ഞിട്ടായിരിക്കാം. ഇപ്പം ഞാൻ എവിടെ അറിയോ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതായത് ഇവിടെ ആൻഡ്രയിൽ പോലില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് മാളിപ്പോയാൽ മഞ്ഞിലേക്കായിരിക്കും, പക്ഷേ അടിയിൽ പാറുണ്ടെങ്കിൽ തീർന്നു. മുകളിൽ നിന്നൊരു പ്രശ്നം പറ്റി, ഞാനാകെ ചെറിയ വിഷമത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ട്രൈപോഡിൽ എൻ്റെ ആക്ഷൻ ക്യാമറ വെച്ച് ഞാൻ എന്നെ തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷേ കാറ്റ് കാരണം നല്ല കാറ്റടിച്ചു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ മുന്നിൽ തന്നെ ആ ക്യാമറ നിലത്തേക്ക് വീണൊരു ചെറിയൊരു സ്ക്രാച്ചായി ലെൻസിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ ആ ഒരു വിഷമത്തിലാണ്, ആകെ മൂഡ് ഓഫായി. ഇന്ന് എന്തായാലും മഞ്ഞുവീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു ഇന്ന് എന്തായാലും മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി ഇന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് ബസ് സർവീസ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബസ് സർവീസ് ഈ മഞ്ഞുവീഴ്ച സമയത്ത് ഉണ്ടാവില്ല എന്നുള്ള. ഈ ബ്ലാക്ക് ഐസൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് അധികം ബസ് സർവീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ കണ്ടായിരുന്നു ബസ് ഇങ്ങോട്ട് പോകുന്നത്, അതായത് സിസു ഭാഗത്തേക്ക്, അതായത് ഈ ലേ ഭാഗത്തേക്ക് ബസ് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം അവർ പറയുന്നത് ബസ് ഇനി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുക, അപ്പോൾ എന്താ ചെയ്യാന്നുള്ള ലെവലിൽ.